വന്യമൃഗശല്യം മൂലം പൊറുതിമുട്ടുകയാണ് മലയോര ജനത. സ്വന്തം വീട്ടിലും പറമ്പിലും പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെയാണ് കണ്ണൂർ ഇരിട്ടി കുയിലൂർ സ്വദേശിയായ സതിദീപ് എന്ന സ്ത്രീയുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റത്. അവരുടെ പറമ്പിൽ വന്ന കുരങ്ങ് തേങ്ങ പറിച്ചെറിയുകയായിരുന്നു. അമ്മ, ഇപ്പോൾ കണ്ണിന് എങ്ങനെയുണ്ട്? കണ്ണ് വേദന തന്നെയാണ്, ഭയങ്കര വേദനയുണ്ട്. കണ്ണങ്ങനെ തുറക്കാനാകുന്നില്ല. ഇനിയിപ്പോൾ കുറേ അതിൻ്റെ 3-4 ദിവസം കിടക്കണം എന്നല്ല പറഞ്ഞേ. എന്താ സംഭവിച്ചേ? ഞാൻ കുരങ്ങ് വന്നേരം മുകളോട്ട് ഓല കണ്ടിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ആ സമയത്ത് ഇളനീര് പറിച്ചിട്ട് കണ്ണിലേക്ക് എറിഞ്ഞ്. അപ്പോൾ ഞാൻ വീണുപോയി. പിന്നെ രക്തത്തിൽ 2 ഇടിയും പൊട്ടി ആടിയും പൊട്ടി. പിന്നെ രക്തമായിട്ട് തന്നെ കാണുന്നില്ല. പിന്നെ എൻ്റെ വയറെല്ലാം അങ്ങ് താണിട്ട് ഞാനിങ്ങനെ വളഞ്ഞു പോയി. പിന്നെ ഞാൻ വീട്ടിൽ ഇവിടെ അച്ഛൻ സുഖമില്ലാതെ ഒരു അച്ഛനേ ഉള്ളൂ വീട്ടിൽ. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഇങ്ങനെ വളഞ്ഞ് വീട്ടിലെത്തി. ഞാൻ എൻ്റെ കണ്ണെല്ലാം പോയി കുരങ്ങെറിഞ്ഞിട്ട്. പിന്നെ അപ്പടെ ഇരുട്ടി കൂട്ടി വന്ന് ഇരുട്ടിന്ന് ഡോക്ടർ പറഞ്ഞു കണ്ണിൽ രക്തം തുറന്നോടാ, രക്തം കളിയാന്ന്, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് AKGയിലേക്ക് എത്തിക്കണം. അങ്ങനെ ഇവിടെ എത്തിച്ച് ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ്. അവിടെ ഈ പ്രദേശത്ത് കുരങ്ങ ശല്യം ഉള്ളതാണ്? കുരങ്ങ ശല്യമുണ്ട്. നമ്മൾ 1 ഏക്കർ പറമ്പ് വെറും കുരങ്ങിനായിട്ട് തന്നെ ഇട്ട് കൊടുത്തതാണ്. നമ്മൾ നിൽക്കുന്നത് അവിടെ 4-5 തെങ്ങേ ഉള്ളൂ. ഇപ്പം നിൽക്കാം ആടെയാന്ന് ഈ കുരങ്ങനുണ്ട്. അതെല്ലാവരുടെ പറമ്പത്തുണ്ട് കുരങ്ങ ശല്യം. ഇപ്പോൾ അവിടെ ഈ തേങ്ങ കിട്ടാത്ത പൈസ കൊടുത്തില്ല. നമ്മളിപ്പോൾ 1-2 ഏക്കർ പറമ്പുണ്ടായിട്ട് പൈസ കൊടുത്തല്ലേ തേങ്ങ വാങ്ങുന്നത്. കുരങ്ങിൻ്റെ ശല്യവും പന്നീൻ്റെ താഴെ പന്നി, മേലെ കുരങ്ങ്, അങ്ങനെയായിട്ടുള്ള അവസ്ഥയാണ് നമുക്കല്ലേ. കാട് പ്രദേശം ഒന്നുമല്ല എന്തായാലും. കാടൊന്നുമില്ല. നിൽക്കുന്ന 1 പടി കാടില്ല ആ സ്ഥലമാണ്. ആ ഭാഗം നിറയെ റോഡും ചുറ്റും റോഡും എല്ലാം ഉള്ള സ്ഥലമാണ്. അങ്ങനെ കാടൊന്നുമില്ല സ്ഥലമൊന്നുമല്ല. ഒരു രക്ഷയുമില്ലാത്തൊരവസ്ഥ. ഈ നാട്ടിലെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ അവസ്ഥ വളരെ കൂടി വരുന്നത്. അതുകൊണ്ട് അതിൽ ശക്തമായ പരിഹാരം ഉണ്ടാകണം എന്നതാണ് ഇവരുടെ ആവശ്യം. കണ്ണൂരിൽ നിന്നും ഷാജി ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.